JP ആസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ സകലമാന മലയാളികൾക്കും ലോകത്തെവിടെ ഒരു മലയാളി ഉണ്ടോ ആ മലയാളി എല്ലാം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ചിങ്ങമാസത്തിലെ പൊന്നോണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഈ വീഡിയോ തുടരുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ 2024 സെപ്റ്റംബർ 7 മുതൽ 16 വരെയുള്ള ഓണക്കാലത്തെ, അതായത് ചിങ്ങം 22 മുതൽ ചിങ്ങം 31 വരെ ഉള്ള ഇത്രയും ദിവസം ഓരോ നക്ഷത്രങ്ങളുടെയും ഓരോ രാശിക്കൂറുകളുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മേടം രാശിക്കൂർ. മേടം രാശിക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നല്ല ഗുണമുണ്ടാവും. യുവാക്കൾക്ക് സന്തോഷവും ഉത്സാഹവും പ്രതീക്ഷിക്കാം. യാത്രകൾ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. സെപ്റ്റംബർ 10 വരെ സൂര്യൻ 7-ൽ അംശം ചെയ്ത് നിൽക്കുന്നത് ഉദരവ്യാധിയും അതുപോലെ തന്നെ കളത്രത്തിന് 7-ാം ഭാവം കളത്രസ്ഥാനം കൂടിയാണല്ലോ, രോഗാവസ്ഥയോ സുഖക്കുറവോ ഒക്കെ വരാം. അതുപോലെ സർക്കാരിൽ നിന്ന് അനുകൂലമല്ലാത്ത സാഹചര്യവും ഉണ്ടാകാം. മാനസിക പ്രയാസങ്ങളും കാര്യങ്ങൾക്ക് ഒരു തടസ്സവും, അതുപോലെ 3-ലെ ചൊവ്വ അമിതമായ നല്ല ആത്മവിശ്വാസവും, സഹോദരികളുമായി ഭിന്നതയും, സ്ത്രീകളുമായി അല്പം സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ വരാവുന്ന ഒരു സമയം. 2-ാം ഭാവത്തിലെ വ്യാഴം 5-ാം ഭാവത്തിലും അംശകം ചെയ്ത് നിൽക്കുന്നത് ധനലാഭവും കുടുംബത്തിൽ ഒത്തുചേരാനുള്ള ഒരു സാഹചര്യവും മനസ്സിൽ സന്തോഷവും അതുപോലെ വസ്ത്രലാഭവും സന്താന ഗുണവും ഒക്കെ ലഭിക്കും. 10-ാം തീയതി വരെയുള്ള കുജശുക്ര ബന്ധം, അതായത് ശുക്രൻ മിഥുനത്തിൽ അംശകം ചെയ്യുന്നത് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ശുക്രൻ കന്യരാശിയിൽ നീചരാശിയിലാണ് നിൽക്കുന്നത്. അപ്പം മിഥുനൻ രാശിയിൽ അംശം ചെയ്ത് നിൽക്കുമ്പോൾ ആ മിഥുനത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പം ചൊവ്വയും ശുക്രൻ്റെ അംശകസ്ഥിതിയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കളത്രങ്ങളുമായി അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുമായിട്ടൊരു തർക്കവും അതുപോലൊരു അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നു എന്നതാണ്. 6-ൽ ശുക്രൻ നിൽക്കുന്നത് ശത്രുതാപരമായ അനുഭവമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 11-ൽ ശനി സർവകാര്യസിദ്ധിയും ധനലാഭവും ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും മേടൻ രാശിയിലാണ് അംശകം ചെയ്ത് നിൽക്കുന്നത്. അത് നീചരാശിയാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ദൂരയാത്രയും അധിക ചിലവും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഈ 10 ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള. ഇടവൻ രാശിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളും ചേരുന്നതാണ് ഇടവൻ രാശിക്കൂറുകാർ. അപ്പം 4-ൽ ബുധൻ വർഗോത്തമം ചെയ്ത് നിൽക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പുതിയതായി വാഹനം വാങ്ങുന്നതിനും അതുപോലെ പുതിയ വീട്ടിൽ അഥവാ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി വീടൊക്കെ ഒന്ന് ഓണത്തിൻ്റേതായ ഒരു മോടിയൊക്കെ പിടിപ്പിച്ച് സൗകര്യപ്പെടുത്തിയെടുത്ത വീട്ടിൽ അല്ലെങ്കിൽ പുതിയ വീട്ടിൽ ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ 14-ാം തീയതി ദിവസം നോക്കുമ്പോൾ അത്ര നല്ലതല്ല. 2-ലെ ചൊവ്വ സംസാര രീതിയും ധനമിടപാടുകളും കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള തർക്കത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ദമ്പതിമാർ തമ്മിൽ ചില തർക്കങ്ങൾ വരാം. 13, 14 തീയതികളിൽ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നതും ഗോചരത്തിൽ അത്ര നല്ല ഫലമൊന്നും നൽകുന്നില്ല എന്നതാണ്. സ്ഥാനഭ്രംശവും ബുദ്ധിമോശവും ഉണ്ടാകാം. 5-ൽ ശുക്രൻ നീചനായി വരുന്നത് പെൺകുട്ടികളുടെ സുഖത്തിനും മനസ്സിൻ്റെ സന്തോഷത്തിനും മങ്ങലും ഉണ്ടാകാൻ കാരണമാകും. തൊഴിൽപരമായി ഒരുപാട് മെച്ചമൊന്നും പ്രതീക്ഷിക്കാനില്ല ഈ 10 ദിവസം എന്നുള്ളതാണ്. അതിനാൽ വരവ് കുറയും, ചിലവ് കൂടുകയും ചെയ്യും. പല ദിവസങ്ങളിലും മനസമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. പൊതുവെ ഈ നോക്കുമ്പോൾ ഇടവം രാശിക്കൂറുകാർക്ക് അത്ര നല്ല
ദിവസങ്ങളല്ല ഈ ഓണക്കാലം, എന്നാൽ അത്ര മോശവുമല്ല എന്നുള്ളതാണ്. മിഥുനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ, മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ ചേരുന്നതാണ്. 3-ലെ സൂര്യൻ നല്ല ആത്മവിശ്വാസവും അതുപോലെ തന്നെ സ്ഥാനലബ്ധിയും ധനലാഭവും ആരോഗ്യവും ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. എന്നാൽ 10-ാം തീയതി വരെ 5-ൽ അംശകം ചെയ്ത് നിൽക്കുന്നത്, അതായത് തുലാം രാശിയിൽ അംശകം വരുന്നത് ശത്രുതയും രോഗവും ദുരിതവും സന്താനങ്ങൾക്ക് ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തുലാം രാശി എന്ന് പറയുന്നത് ആദിത്യൻ്റെ നീചരാശിയാണ്. 15, 16 തീയതികളും അത്ര നല്ല ദിവസമായിരിക്കില്ല. വ്യാഴം 12-ൽ നിൽക്കുകയും 3-ൽ ചിങ്ങത്തിൽ അംശിക്കുകയും ചെയ്യുമ്പോൾ, 3-ാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ വ്യാഴം അംശകം ചെയ്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവാധീനക്കുറവും അതുപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള ആത്മവിശ്വാസം കുറയുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാകും. പല കാര്യങ്ങളും തിരിച്ചടിയാവാതെ സൂക്ഷിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും നമുക്ക് തന്നെ പാരയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ആരാധനയും അതുപോലെ പാൽപ്പായസ വഴിപാടുകളും അർച്ചനയും ഒക്കെ നടത്തുന്നത് വളരെ നല്ല കാര്യമാണ്. 4-ലെ ശുക്രൻ വീട്ടിലെ സുഖവും സന്തോഷവും വസ്ത്രലാഭവും സ്ത്രീസുഖവും ഒക്കെ നൽകുന്നതാണെങ്കിലും നീചരാശിയിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ അല്പം ദോഷാവസ്ഥയും ഈ ശുക്രനെ കൊണ്ടുണ്ടാകും. ശുക്രൻ എന്ന് പറയുമ്പോൾ വീട്ടിലെ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ സുഖ സൗകര്യങ്ങളുമൊക്കെയാണ്. 9-ലെ ശനി വലിയ ഭാഗ്യാനുഭവമൊന്നും നൽകില്ല. എന്നാലും മൂലക്ഷേത്രത്തിലെ ശനി ആയതുകൊണ്ട് തന്നെ അല്പാൽപമായ ഗുണം നൽകുകയും ചെയ്യും. 11-ാം ഭാവത്തിൽ ശനി അംശകം ചെയ്ത് നിൽക്കുന്നുണ്ട്. നീചരാശിയാണെങ്കിലും ശനിയുടെ 11-ാം ഭാവസ്ഥിതി, അംശകത്തിലെ സ്ഥിതി ഗുണകരമാണ്. കർക്കിടകം രാശിയിലേക്ക് പോകുമ്പോൾ, കർക്കിടകൻ രാശി എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ 4-ാം പാദം, അതുപോലെ പൂയം, ആയില്യം എന്നിവയാണ്. 2-ാം ഭാവത്തിലെ ബുധൻ സാമ്പത്തിക പ്രശ്നവും കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുമൊക്കെ ഉണ്ടാക്കും. സർക്കാർ, മേലുദ്യോഗസ്ഥർ മുതലായവരിൽ നിന്ന് അനുകൂലമല്ലാത്ത അനുഭവം വരാനുള്ള സാധ്യതയുണ്ട്. ശത്രുതയുള്ളവരോട് കുറേ അടുപ്പം കാണിക്കും. മറ്റുള്ളവരിൽ നിന്ന് ശത്രുവേത് മിത്രമേത് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടാകും. മാനസികമായി ഭയവും വിഷമവും അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 14-ാം തീയതി മുതൽ മനസ്സിൽ സന്തോഷം, സുഖം എന്നിവയൊക്കെ ഉണ്ടാകാം. ചൊവ്വ 12-ൽ മിഥുനത്തിൽ വരികയും 6-ലും 7-ലും അംശകം ചെയ്തു വരുന്നത് അനാവശ്യ ചിലവുകളെയും കുടുംബ കലഹത്തെയും ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തി ഒഴിവാക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നൊക്കെ അപ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. 2-ാം ഭാവത്തിലെ ബുധൻ ധനപരമായും അതുപോലെ മറ്റുള്ളവരോട് നയത്തിൽ സംസാരിച്ച് കാര്യം നേടാനുമുള്ള ഒരു ശ്രമം നടത്തും. 11-ലെ വ്യാഴം 2-ാം ഭാവത്തിൽ അംശകം ചെയ്തു വരുന്ന സമയമാണ്. കുടുംബസുഖവും ധനലാഭവും ഭക്ഷണസുഖവും അങ്ങനെയൊക്കെയുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. 3-ൽ നിൽക്കുന്ന ശുക്രൻ കന്നിയിലായതിനാൽ പൊതുവെ സുഖാനുഭവങ്ങൾ കുറയും. സ്വന്തം വീടിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ചിന്തിക്കില്ല. വസ്ത്രലാഭം അതുപോലെ സഹോദര ഗുണം എന്നിവയിൽ ഒരു തൃപ്തിയും ഉണ്ടാവുകയുമില്ല. ശനി അഷ്ടമത്തിൽ വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും ബന്ധുവിരോധവും ദൈവാധീനക്കുറവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പല കാര്യങ്ങളും മറച്ചു വെച്ച് പെരുമാറും. 9-ലെ രാഹു ഗുരുക്കന്മാരോട് പോലും, അതായത് ബഹുമാനിക്കേണ്ടവരോട് പോലും പരുഷമായി പെരുമാറാനും സംസാരിക്കാനുമൊക്കെ ഉള്ളൊരു ആവേശമുണ്ടാകും. ഇല്ലാത്ത പലതും ഉണ്ടെന്ന് നടിക്കും. ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കും. ആത്മാർത്ഥത കുറവായിരിക്കും. കാരണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം രാഹുവിൻ്റെ സ്വഭാവമാണ്. മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ലഭിക്കുക. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ
സർപ്പക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും അതുപോലെ നൂറും പാലോ എന്തെങ്കിലുമൊക്കെ വഴിപാടുമൊക്കെ ചെയ്താൽ കുറേയൊക്കെ മാറ്റം വരും. ചിങ്ങൻ രാശിയിലേക്ക് പോകുമ്പോൾ മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം, ഇതാണ് ചിങ്ങൻ രാശിക്കൂടെ. ജന്മത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ശാരീരിക ക്ലേശത്തിനുള്ള സാധ്യത ഉണ്ടാകും. 7-ലെ ശനിയും 8-ലെ രാഹുവും ഏതെങ്കിലും വിധത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടാകും. എന്നാൽ വ്യാഴം ചിങ്ങത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് അങ്ങ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ചിങ്ങൻ രാശിയിൽ തന്നെ വ്യാഴം വരുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരവും ഒരു ആശ്വാസവുമൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. ബുധൻ വർഗോത്തമം ചെയ്ത് നിൽക്കുന്നത് യുവാക്കൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും സന്താനങ്ങൾക്കും നല്ല സമയമാണ്. 2-ലെ ശുക്രൻ കുടുംബപരമായി ചില വിഷമതകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും രണ്ടാം ഭാവാധിപനായ ബുധൻ വർഗോത്തമം ചെയ്ത് നിൽക്കുന്നതിനാൽ അത് വളരെ നല്ല അനുഭവം നൽകും. സാമ്പത്തികമായി അത്ര വലിയ പ്രശ്നമൊന്നും വരികയില്ലെങ്കിലും ചിലവ് കൂടും. 11-ലെ ചൊവ്വ നല്ല ആത്മവിശ്വാസവും ധൈര്യവും അതുപോലെ അധികാരവും ധനലാഭവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ 11, 12 തീയതികളിൽ മനസ്സിന് സുഖം കുറയുന്ന ദിവസമായിട്ട് വരും. ഉദരവ്യാധിക്ക് സാധ്യത വരാം. 10-ാം ഭാവാധിപൻ ശുക്രൻ നീചത്തിലായതുകൊണ്ട് പ്രവൃത്തി രംഗത്ത് പല തടസ്സങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 11-ൻ്റെയും 2-ൻ്റെയും അധിപനായ ബുധനും കർമാധിപനായ ശുക്രനും 10, 11 ഭാവങ്ങളിൽ അംശകം ചെയ്തു വരുന്ന 14-ാം തീയതി വരെ അനുകൂലമായിരിക്കും. നല്ല ദിവസങ്ങളായിരിക്കും. ചിങ്ങൻ രാശിക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു 10 ദിവസമാണ് നൽകുന്നത്. ഇനി കന്നി രാശിക്കൂറുകാരിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉത്തരം 2, 3, 4 പാദങ്ങളും അത്തം ചിത്തിരയുടെ 1, 2 പാദങ്ങളിൽ ചേരുന്നതാണ് കന്നിക്കൂറ്. കന്നി രാശിക്കാർക്ക് 2-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനായ ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളിലും സുഖകരമായ അവസ്ഥയ്ക്കും സുഖം കുറയും ഈ പറഞ്ഞതല്ല. അപ്പോൾ ഭാഗ്യത്തിന് കുറവ് വരും, സുഖത്തിന് കുറവ് വരും, സാമ്പത്തികമായ കാര്യങ്ങളിലും കുറവ് വരും. എന്നാൽ ശുക്രൻ 10-ാം തീയതി ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. 9, 10, 11, 12 തീയതികളിൽ ശുക്രൻ അംശകം ചെയ്തു വരുന്നത് നല്ല ഫലങ്ങൾ തരുന്ന ആ ഒരു രാശികളിലാണ്. എന്നാൽ 10-ൽ മിഥുനത്തിൽ ശുക്രൻ വരുന്ന 10-ാം തീയതി അത് സ്ത്രീകൾ മൂലം കലഹസാധ്യത ഉണ്ടാക്കാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. 4, 7 ഭാവത്തിൻ്റെ ആധിപത്യമുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ൽ വരുമ്പോൾ വീട് മോടിയാക്കാനും വീട്ടുപകരണങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങൾ, അതുപോലെ തന്നെ വാഹനഭാഗ്യം എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വീട്ടുപകരണങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളുമൊക്കെ ഓണക്കാലത്ത് നേരത്തെ സംഭരിക്കാനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 10-ൽ ചൊവ്വ വരുമ്പോൾ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും സഹോദരങ്ങളിൽ നിന്ന് പല സാധനങ്ങളും, വീട്ടുപകരണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ, അങ്ങനെ പലതും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 10-ലെ ചൊവ്വ കർമ്മസ്ഥാനത്ത് വരുന്നത് വളരെ നല്ല ഗുണത്തെ ചെയ്യുന്നതാണ്. 6-ലെ ശനി ശത്രുനാശവും രോഗശാന്തിയും സുഖവും കാര്യങ്ങളിൽ ജയവും ഒക്കെ തരുന്നതാണ്. പക്ഷേ മേടൻ രാശിയിൽ അംശകം ചെയ്തു വരുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ. മേടൻ രാശി എന്ന് പറയുമ്പം അത് ശിരോരോഗ സൂചന എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് തലവേദന വരാം, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ. പിന്നെ മറ്റൊന്ന് ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രഷർ. അപ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും.